ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത 300 കിലോഗ്രാം ഭാരം വരുന്ന 7 അടിയോളം ഉയരം വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റ്. ഈ വാർത്തകളിൽ രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നത് തനിക്ക് തന്ന വിവരങ്ങൾ വിശകലനം ചെയ്യാൻ 6 മാസത്തോളം വേണ്ടിവന്നുവെന്നാണ്. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഡാറ്റകൾ കിട്ടിയിരുന്നെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവ താരതമ്യം ചെയ്യാൻ സാധിച്ചേനെ എന്നും പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി പരാമർശിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതെന്താണ്, അതിൻ്റെ ഉപയോഗം, പ്രവർത്തനം എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ നമ്മൾ ഷോർട്ടാക്കി EVM എന്നാണ് പറയാറ്. ഇന്ന് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന EVM വോട്ട് രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് മീഡിയമാണ്. ബോംബെ IITയിൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെന്ററിൽ ഫാക്കൽറ്റി മെമ്പേഴ്സായി വർക്ക് ചെയ്തിരുന്ന AG റാവോ, രവി പൂവയ്യ എന്നിവരാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ 1979 നിർമ്മിച്ചത്. 1982 കേരളത്തിലെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നടന്ന ബൈ ഇലക്ഷനിലാണ് ആദ്യമായി EVM ഉപയോഗിച്ച് സമ്മതിദാനം നടത്തിയത്. എന്നാൽ EVM ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താൻ നിലവിൽ നിയമമില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അന്ന് നടന്ന ഇലക്ഷൻ ഇൻവാലിഡ് ആക്കി. ഇലക്ഷൻ ഇൻവാലിഡ് ആക്കിയത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ ഈ രണ്ട് നിയമങ്ങളിലും പിന്നീട് മാറ്റങ്ങൾ വന്നു. എന്തൊക്കെയാ മാറ്റങ്ങൾ? 1988 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഭേദഗതി വരുത്തി EVM നിയമവിധേയമാക്കി. അതുപോലെ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 ഇന്ത്യൻ ഗവൺമെന്റ് ചില മാറ്റങ്ങൾ വരുത്തി 1992 EVM പ്രാബല്യത്തിലാക്കി. ഇതിനിടയിൽ 1989 ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ EVMനെ കമ്മീഷൻ ചെയ്തു. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെയും അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെയും സഹകരണത്തോടെയാണ് EVM കമ്മീഷൻ ചെയ്തത്. ഇവരാണ് EVMകൾ നിർമ്മിച്ച് ECIക്ക് നൽകുന്നത്, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ 1998 2001 ഇടയിൽ നടന്ന ഇലക്ഷനുകളിലാണ് EVM പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2011 സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ EVMന്റെ പ്രവർത്തനം റിലയബിൾ ആണോ എന്നും സമ്മതിദാനാവകാശം വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്നറിയാനും വേണ്ടി ഒരു പേപ്പർ ട്രയൽ നടത്തിയിരുന്നു. ഇതിനെ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് പറയുന്നത്, VVPAT. 2014 മുതൽ എല്ലാ ജനറൽ ഇലക്ഷനുകളിലും നടന്നത് EVM ഉപയോഗിച്ചാണ്. ആ ഇലക്ഷനുകളിൽ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരുന്നു. അതിൽ പിന്നെ നടന്നിട്ടുള്ള എല്ലാ ഇലക്ഷനുകളിലും EVM വിത്ത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ നടത്തണമെന്നുണ്ട്. ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ഷന്റെ റിലയബിലിറ്റി അറിയാൻ 2% വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ചെക്ക് ചെയ്യണമെന്നുണ്ട്. ഇനി EVM എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റും VVPATും ഉണ്ട്. ബാലറ്റ് യൂണിറ്റിൽ 16 കാൻഡിഡേറ്റ്സിനുള്ള സ്പേസ് താഴെയായി കൊടുത്തിട്ടുണ്ട്. 16 കീകളുള്ള ഒരു കീപാഡ് പോലെയാണത്. ഇതിൽ രാഷ്ട്രീയ പാർട്ടിയെയോ സ്ഥാനാർത്ഥിയോ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും കീകളിൽ അമർത്തിയാണ് വോട്ടർ വോട്ട് രേഖപ്പെടുത്തുന്നത്. വോട്ട് രേഖപ്പെടുത്തിയോ എന്നറിയാൻ ബീപ്സ് ശബ്ദം കേൾക്കും. അതുപോലെ 7 സെക്കൻഡ് ഡിസ്പ്ലേയിൽ വോട്ടിംഗ് ചെയ്തത് കാണിക്കും. അതിലൂടെ വോട്ട് ചെയ്തോ എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റും. വോട്ട് രേഖപ്പെടുത്താനായിട്ട് ബട്ടൺ അമർത്തുമ്പോൾ കൺട്രോൾ യൂണിറ്റ് VVPATിലേക്ക് ഒരു കമാൻഡ് അയക്കും. അത് VVPATിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോക്സിലേക്ക് വീഴുന്ന സ്ലിപ്പിനെ പ്രിന്റ് ചെയ്യും. അതിനുള്ള ഫോൾസ് സെൻസർ കൺട്രോൾ യൂണിറ്റിലേക്ക് ഒരു കൺഫർമേഷൻ അയക്കുകയും തുടർന്ന് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തിയാൽ വീണ്ടും വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ടോട്ടൽ ബട്ടൺ അമർത്തിയാൽ സ്ഥാനാർത്ഥി തിരിച്ചുള്ള ഫലങ്ങൾ അറിയാതെ തന്നെ ആകെ പോൾ ചെയ്തവരുടെ എണ്ണം അറിയാൻ പറ്റും. ഇങ്ങനെയാണ് EVMന്റെ പ്രവർത്തനം നടക്കുന്നത്. EVM നമ്മളെ വഞ്ചിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റാം? EVMയിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് മുമ്പേ അത് പ്രോഗ്രാം ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു 1 ടൈം പ്രോഗ്രാം ചെയ്യാവുന്ന മൈക്രോ കൺട്രോളർ അതിൻ്റെ ചിപ്പിൽ കീ ഹാഷ് ചെയ്ത് ബേൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ റാൻഡമൈസേഷൻ്റെ 2 സ്റ്റേജസ് ഇതിനുണ്ട്. ഒന്ന് പക്ഷപാതം തടയാനും മറ്റൊന്ന് മുൻകൂട്ടിയുള്ള അറിവ് തടയാനുമാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും EVMന്റെ മൈക്രോ കൺട്രോളറിലേക്ക് പോർട്ട് ചെയ്യുന്നതിനാൽ ഒരു സ്ഥാനാർത്ഥിയുടെയും സീരിയൽ നമ്പർ മുൻകൂട്ടി അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ EVM പ്രോഗ്രാം ചെയ്തവർക്ക് പോലും ഇത് ഏത് സംസ്ഥാനത്തേക്കാണെന്നോ ഏത് നിയോജക മണ്ഡലത്തിലേക്കാണെന്നോ ഈ മെഷീൻ കൊണ്ടുപോകുന്നത് ഉപയോഗിക്കപ്പെടുന്നത് എന്നുപോലെ അറിയാൻ പറ്റില്ല എന്നൊക്കെയാണ് ECIയുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വാദം.
കാരണം മനുഷ്യ സഹായം ഇല്ലാതെ തന്നെ EVM മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ റാൻഡമൈസേഷന്റെ പ്രൊസീജിയേഴ്സ് തന്നെ ചെയ്യും. EVMന്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും ബാറ്ററിയിലോ പവർ പാക്കുകളിലോ പ്രവർത്തിക്കുന്ന ഈ മെഷീന് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമില്ല. അതുപോലെ ഇത് പ്രവർത്തിക്കാൻ വേറെ ഉപകരണങ്ങളുടെയും ആവശ്യമില്ല. സോ ലെസ് എക്സ്പെൻസീവ് ആണ്. 1 മിനിറ്റിൽ 4 വോട്ടുകൾ ചെയ്യാനേ EVM അനുവദിക്കും. അപ്പോൾ ബൂത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ ബൂത്ത് ക്യാപ്ചറിങ് ആ പരിപാടി നടക്കില്ല. പേപ്പർ ബാലറ്റ് വോട്ടിംഗ് നടത്തുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. വോട്ട് എണ്ണലായാലും പ്രയാസമാണ്. പ്രത്യേകിച്ച് അസാധുവായ വോട്ടുകളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവും. EVM വഴി പേപ്പറിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. കാരണം 97 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ ഈ ഒരു EVM എന്ന ഇന്നോവേഷൻ അത് വലിയൊരു നേട്ടമാണ്. മാത്രമല്ല എൻറ്റയർ വോട്ടിംഗ് പ്രോസസ് EVM സ്പീഡാക്കാണ്. ഇതൊക്കെയാണ് EVMന്റെ ഗുണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും മലിനമായ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെട്ടാൽ ഗുണത്തെ ദോഷമാക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവിലാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ. സ്വാർത്ഥതയില്ലാത്ത ഒരു നേതാവിനെ, കള്ളത്തരം കാണിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെ മരിക്കുന്നതിന് മുമ്പെങ്കിലും കണ്ടുമുട്ടാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. Stay tuned, learn with Joe.